ശ്രീ വി ആർ സുൽകുമാർ, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്താങ്ങും. സർ, ഉച്ചനീചത്വത്തിൻ്റെയും ജന്മിത്വത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ഒരു കാലഘട്ടം നമുക്ക് മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. സർ, കിടക്കാൻ കിടപ്പാടമില്ലാത്ത, പഠിക്കാൻ പള്ളിക്കൂടങ്ങളില്ലാത്ത, മറവ് ചെയ്യാൻ മണ്ണില്ലാത്ത, കുളിക്കാൻ കുളമില്ലാത്ത, കുടിക്കാൻ വെള്ളമില്ലാത്ത, എതിർവാക്ക് പറയാൻ പറ്റാത്ത, വെള്ളം കുടിച്ച, കുമ്പിളിൽ കഞ്ഞി കുടിച്ച, മാറിടം മറക്കാൻ കഴിയാത്ത, താലം പിടിക്കാൻ കഴിയാത്ത, അതെ സർ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവർ, ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് പഴയ ചരിത്രത്തെ വായിക്കേണ്ടതായിട്ട് വരും. സർ, ഈ സമൂഹത്തെ മാനവികതയിലേക്കും മനുഷ്യത്വത്തിലേക്കും കൊണ്ടുവരുന്നതിന് നവോത്ഥാന നായകരുടേതായിട്ടുള്ള പങ്ക് നിർണായകമാണ്. അവർ പടുത്തുയർത്തിയ, അവർ നേടിയ നേട്ടങ്ങളിലൂടെ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 1957 അധികാരത്തിൽ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും വീട് എന്ന സങ്കല്പത്തിലേക്ക്, എല്ലാവർക്കും ആരോഗ്യമെന്ന സങ്കല്പത്തിലേക്ക്, എല്ലാവർക്കും വിദ്യാഭ്യാസമെന്ന സങ്കല്പത്തിലേക്ക്, ജാതി വ്യവസ്ഥിതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് അന്ന് നടത്തിയത്. സാർ, പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൻ്റെ ജീവിതം സാമൂഹ്യ നീതിയിൽ അടിസ്ഥാനപ്പെടുത്തി സാക്ഷാത്കരിക്കാനുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ പരിശ്രമങ്ങൾ കഴിഞ്ഞ 8 വർഷമായി തുടരുകയാണ്. ഈ വകുപ്പിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന ഈ നിയമസഭയുടെ അഭിമാനമായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണനെ നാടുകടത്തിയതല്ല. ബഹുമാനരായിട്ടുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന MLA-മാർ വളരെ സൗമ്യയോടുകൂടി തന്നെ പറയേണ്ടതായിട്ടുണ്ട്. നാടുകടത്തൽ എന്നുള്ളൊരു വാക്ക് അത് നിയമപരമായിട്ട് തന്നെ തെറ്റായിട്ടുള്ളൊരു വാക്കാണ് എന്നുള്ളൊരു കാര്യം കൂടി തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ സൗമ്യമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണൻ അമ്മയുടെ കൈപിടിച്ചുകൊണ്ട് അമ്മയുടെ പാട്ട് കൃഷി ഭൂമിയിൽ പാട്ട് കേട്ടുകൊണ്ട് ആ താളത്തിൽ വിപ്ലവത്തിൻ്റെ മണ്ണിലേക്ക്, വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക്, SFIയിലേക്ക് കടന്നു വന്ന CPM-ൻ്റെ ഭാഗമായി നിന്നുകൊണ്ട്, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ എല്ലാമായി നിന്നുകൊണ്ട്, അവരിൽ ഒരാളായി നിന്നുകൊണ്ട്, അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വളർന്നു വന്ന ഒരു സഖാവാണ് സഖാവ് കെ രാധാകൃഷ്ണൻ. ഞങ്ങൾ ആ സഖാവിനെ വിട്ടത് നാട് കടത്തുവാൻ വേണ്ടിയല്ല, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ശബ്ദമായിട്ട് പാർലമെൻറ്റിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്, മതേതരത്വത്തിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. തിരിവുകൾ തിരിച്ചുള്ള, വർഗങ്ങളെ തിരിച്ചുള്ള പ്രസ്താവനകൾ തീർച്ചയായിട്ടും പ്രതിപക്ഷത്ത് നിന്ന് വരുന്നത് നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന വിപത്തുകൾ തിരിച്ചറിയാതെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ബാബറി മസ്ജിദ് തകർക്കുവാൻ വേണ്ടി മൗനാനുവാദം കൊടുത്തപ്പോൾ ഈ ഇന്ത്യ രാജ്യം കത്തിയിരിഞ്ഞത് ഇന്ന് അതിൻ്റെ ഭാഗങ്ങൾ ഇന്നും അവശിഷ്ടങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ തെറ്റിൻ്റെ ഭാഗമാണ്, അനുവാദത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് പട്ടികജാതി എന്നുള്ളതല്ല, പട്ടികവർഗം എന്നുള്ള രീതിയിലേക്കുള്ള തരംതിരിവ് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൻ്റെ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന വിപത്തുകൾ ബാബറി മസ്ജിദിൻ്റെ രൂപത്തിൽ നമുക്കിടയിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള നല്ലൊരു സൗമ്യമായിട്ടുള്ള ഭാഷകളിലൂടെ വിമർശനാത്മകമായിട്ട്, സ്വയം വിമർശനാത്മകമായിട്ട് വിലയിരുത്തപ്പെടണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏറ്റവും നല്ല പാർലമെൻ്റ് ലീഡറായിട്ട് ശ്രീ കെ രാധാകൃഷ്ണൻ അവിടെ തിളങ്ങി വരും. അടിസ്ഥാന വർഗത്തിൻ്റെ ശബ്ദമായിട്ട് അവിടെ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട്. ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അടിസ്ഥാന വർഗത്തിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട, ഞങ്ങളുടെയൊക്കെ തന്നെ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഉണ്ടായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ OR കേളു ആണ് ഇതിനെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ വേദിയിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ആവിഷ്കാരമായിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗത്തെ ചേർത്ത് പിടിക്കുന്ന വകുപ്പും സംസ്ഥാനവും ഭരണകൂടവുമാണ് ഇന്നിവിടെയുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ലോകാരാധ്യനായിട്ടുള്ളൊരു നേതാവിനോട് സാമൂഹ്യ പുരോഗതിയുടെ മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിലെ പിന്നോക്ക ജനവിഭാഗങ്ങളെയും ഏറ്റവും താഴ്ന്ന ജീവിതദാനങ്ങളിൽ പാർക്കുന്ന ദളിത് ആദിവാസികളെയും
പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരൂ. അവരുടെ ജീവിതം അവരെ കണ്ടാൽ ആർക്കും മനസ്സിലാകും. അതിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ സംശയലേശമെന്നെ പറയാം, നമ്മുടെ സമൂഹം സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഉയർന്ന വിധാനങ്ങളിൽ നിൽക്കുന്ന സമൂഹമാണ് എന്ന് ഇതുതന്നെയാണ് മഹാത്മാഗാന്ധി മറ്റൊരർത്ഥത്തിൽ നമ്മളോട് സൂചിപ്പിച്ചത്. സമൂഹത്തിലെ ഏറ്റവും നിർധനരായിട്ടുള്ള നിരക്ഷനായ മനുഷ്യൻ്റെ കണ്ണിലെ കണ്ണുനീർ തുടയ്ക്കുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പരമമായ അർത്ഥമെന്നാണ് ഗാന്ധി സൂചിപ്പിക്കേണ്ടായി. സാർ, ആദിവാസി ഊരുകളിലും പട്ടികവർഗ നഗരങ്ങളിലും താമസിക്കുന്നവരെ കിടപ്പാടം ചോദിച്ചതിന് വെടിവെച്ചു കൊന്ന നരനായാട്ടു നടത്തിയ ആന്റണി ഗവൺമെന്റിന്റെ കാലത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ അരങ്ങേറിയ സമരങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് സമരരംഗത്തുണ്ടായിരുന്ന ജോഗി എന്ന ആദിവാസി യുവാവിൻ്റെ ഹൃദയരത്നം പുരണ്ടതാണ് പ്രതിപക്ഷത്തുള്ളവരുടെ കൈകൾ. അവർക്ക് എന്നും തലവേദന ആയിരുന്ന ഈ വിഭാഗത്തെ സാമൂഹ്യ പുരോഗതിയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് അവരുടെ ഹൃദയപക്ഷമായിട്ടുള്ള ഇടതുപക്ഷമാണ് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. സാർ, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നൽകുന്ന ഈ ഗവൺമെൻറ് ഇലത്തലയ്ക്കൽ വിളമ്പുന്ന തൊടുകുറിയായിട്ടല്ല, നാക്കിലയിൽ വിളമ്പുന്ന അന്നമായിട്ടാണ് ഇവരെ കാണുന്നത്. എന്നാൽ വിശപ്പ് മാറ്റിയാൽ മാത്രം പോരാ, നക്ഷത്രങ്ങളെ കണ്ടു നടക്കാനും ചുറ്റുപാടുകളിലെ സാമൂഹ്യ വികാസത്തിൻ്റെ ചില ചലനങ്ങളെ ഉൾക്കൊള്ളാനും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കഴിയണം എന്നുള്ള നിശ്ചയദാർഢ്യമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഉള്ളത്. സാർ, പുലയൻ്റെ കുടിലിൻ്റെ ഉമ്മറത്തു കുലച്ച വാഴക്കുല വെട്ടുന്ന ജന്മിമാരെ പാടവരമ്പത്ത് വെച്ചു തന്നെ അടിവേറെറുത്ത് അവസാനിപ്പിച്ചത് ഇടതുപക്ഷമാണ്. സാർ, സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി ജന്മിത്വത്തിൻ്റെ ചാട്ടവാറും മെതിയടിയും നിയന്ത്രിച്ച ഈ ഇരുട്ടിൻ്റെ കാരാഗൃഹത്തിൽ തളച്ച ജന്മങ്ങളെ സൂര്യവെളിച്ചത്തിലേക്ക് നടയിരുത്തിയത് ഇടതുപക്ഷം ആണ്. സാർ, അടുത്ത 5 വർഷം കൊണ്ട് ഇവരുടെ ജീവിതം സാധാരണ ഗ്രാമങ്ങളിലേക്ക് ഒപ്പം മടിപ്പിക്കും എന്നുള്ള ദൃഢനിശ്ചയം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ 8 വർഷം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണപക്ഷത്തിരിക്കുന്ന അവർ എല്ലാവരും തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്തു പിടിച്ചാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഉയരാം ഒത്തുചേർന്ന് എന്ന മുദ്രാവാക്യം ഉയർത്തി നടപ്പിലാക്കിയ ഉന്നതി പദ്ധതിയുടെ ഭാഗമായിട്ട് 2026 എല്ലാവർക്കും ഭൂമിയും വീടും നൽകുന്ന പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പഴയ വീടുകൾ അടച്ചുറപ്പാക്കുന്നതിന് ഈ സർക്കാർ ആവിഷ്കരിച്ച സേഫ് പദ്ധതി 17,829 വീടുകൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. സാർ, SC/ST ഉൾപ്പെടെ പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്നതിന് സഹായിക്കുവാൻ നടപ്പിലാക്കിയ വിങ്സ് പദ്ധതിയിലൂടെ നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾ ആകാശങ്ങളിലേക്ക് എത്തുന്നതിന് ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. സാർ, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. വിവാഹ ധനസഹായമായിട്ട് പട്ടികജാതി പെൺകുട്ടികൾക്ക് 1.25 ലക്ഷം രൂപയും പട്ടികവർഗക്കാർക്ക് 1.50 ലക്ഷം രൂപയും ഉയർത്തിക്കൊണ്ട് ഈ സർക്കാർ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കാലഘട്ടത്തിൽ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നു മുതൽ ഇന്ന് വരെയുള്ള ഓരോ കാലഘട്ടങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പള്ളിക്കൂടങ്ങളിൽ പോലും അധസ്ഥിത ജനവിഭാഗങ്ങളെ കയറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്ന സാഹചര്യങ്ങളെ സംവരണം അട്ടിമറിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ അവകാശം നിഷേധിക്കപ്പെടുന്ന ഈ കാലഘട്ടങ്ങളിൽ എല്ലാവരെയും പാവപ്പെട്ട ജനവിഭാഗങ്ങളെ അധസ്ഥിത ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച ഗവൺമെൻറ്റാണ് സാർ ഈ ഗവൺമെൻറ്. പഴയ കെട്ടകാലത്തിൻ്റെ ഇന്ത്യൻ മുഖമാണ് മനുസ്മൃതിയിലെ ശാസനകൾ. മനുസ്മൃതി അനുസരിക്കുന്ന സമൂഹത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത് ജാതിയിലേക്കാണ്. സാർ, 18 അധ്യായങ്ങളും എഴുതിയിരിക്കുന്നത് ഉച്ചനീചത്വത്തിൻ്റെ അനുശാസനകളാണ്. സാർ, ഇന്ത്യയിൽ നടപ്പിലാക്കാമെന്ന് ബ്രാഹ്മണ ഫാസിസം ആഗ്രഹിക്കുന്നത് അവർക്കെതിരായിട്ടുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ പ്രതിനിധികൾ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അണിനിരക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ചുക്കാൻ പിടിക്കുന്ന കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി ബഹുമാന്യനായിട്ടുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ബഹുമാന്യനായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒപ്പം നിന്നുകൊണ്ട് മതേതരത്വത്തിനും അധസ്ഥിത ജനവിഭാഗങ്ങൾക്കും വേണ്ടി പോരാട്ടം നയിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ധനാഭ്യർത്ഥനയെ പിന്താങ്ങുന്നു.